നമുക്കിപ്പം ശാസ്ത്ര നിരീക്ഷകൻ രാജഗോപാൽ കാമത്ത് കൂടി ചേരുകയാണ്. ശ്രീ രാജഗോപാൽ, ഈ മഴ മുന്നറിയിപ്പ് നമുക്ക് ഒരു ഒരു എന്താണ് ആശ്വസിക്കാനുള്ള വക നൽകുന്നില്ല എന്നുള്ളതാണ്. ഇന്നും രാവിലെ 3 മണിക്കൂർ നേരത്തേക്ക് റെഡ് അലർട്ടായിരുന്നു. ഇപ്പോൾ ഓറഞ്ച് അലർട്ടിലേക്ക് കാര്യങ്ങൾ വീണ്ടും എത്തുന്നു. പല ഇടങ്ങളിലും വെള്ളക്കെട്ട് ഒഴിയുന്നുമില്ല. അങ്ങനെ ജനങ്ങൾ ആകെ ഭീതിയിലാണ്. എത്ര നാൾ കൂടി നമ്മൾ ഇത്തരത്തിൽ ഒരു ആശങ്കയിൽ തുടരേണ്ടി വരും? അടുത്ത ഒരു 2 ദിവസം കൂടി മഴയുടെ ആഘാതമുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ആഘാതം കൂടുതൽ. കാരണം ഇപ്പൊ തന്നെ ഉപഗ്രഹ നിരീക്ഷണങ്ങളിൽ കേരളമെമ്പാടും മേഘങ്ങൾ രൂപീകരണം, അതുപോലെ തന്നെ അറബിക്കടലിന്റെ ഭാഗത്തും കേരളത്തിന്റെ തീരദേശ ഭാഗത്തൊക്കെ വലിയ മേഘങ്ങളുടെ രൂപീകരണം നടന്നിട്ടുണ്ട്. അത് പതിയെ കേരളത്തിന്റെ ലാൻഡ് മാസിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഉച്ച കഴിയുമ്പോൾ ഇപ്പൊ തൽക്കാലം ഈ തീരദേശ മേഖലകളിലാണ് മഴയെങ്കിലും ഉച്ച കഴിയുമ്പോൾ ഇത് ഘാട്ടേരിയയിലേക്ക് കയറും. ഇതിനകത്ത് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരു പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഇടുക്കി, എറണാകുളം ജില്ലയുടെ കിഴക്കൻ മലഭാഗങ്ങൾ, അതുപോലെ വയനാടിന്റെ മലഞ്ചെരിവുകൾ, അതായത് വയനാടിന്റെ പടിഞ്ഞാറൻ മലഞ്ചെരിവുകൾ, പിന്നെ പത്തനംതിട്ട, കോട്ടയത്തിന്റെ മലഞ്ചെരിവ് ഭാഗം ഒക്കെയാണ് ഇപ്പോൾ വൾണറബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇവിടങ്ങളിൽ ഇപ്പൊ ലഭിക്കുന്നതിനേക്കാൾ കൂടിയ മഴ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ വെള്ളം എല്ലാം കൂടി ഒഴുകി വരുന്നത് നദികളിലേക്കാണ്. മീനച്ചിലാറും മറ്റ് പമ്പയിലേക്ക് ഒഴുകി വന്നിട്ട് വീണ്ടും കുട്ടനാട്ടിലേക്കാണ് ഇത് പോകാൻ പോകുന്നത്. 2-3 ദിവസം കഴിഞ്ഞ് കുട്ടനാട്ടിലേക്ക് ഒഴുകി പോകും, ഈ കാടിൽ വെള്ളം ഇറങ്ങി വന്നിട്ട്. അതുപോലെ തന്നെ അണക്കെട്ടുകളിലും നല്ല ജലമൊഴുക്കുണ്ടാവും. ഇപ്പോൾ ഇന്നലെ രാത്രിയും കാച്ച്മെന്റ് ഏരിയകളിൽ മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഒഴുക്ക് ഡാമുകളിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ഈ ഒരു പ്രഭാവം എന്ന് പറയുന്നത് ഇടവിട്ട് ഇപ്പൊ ഒരു സായാഹ്നം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വീണ്ടും രാത്രിയിൽ, അതായത് ഈ മേഘഭാഗങ്ങളിൽ ഈ ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് പറയും. ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് പറയുമ്പോൾ ഈ വരുന്ന കാറ്റിന്റെ തീവ്രത കൂടുന്നുണ്ട്. ഇപ്പോ പസഫിക്കിൽ ഇപ്പോൾ 5 ന്യൂനമർദ്ദ പ്രദേശങ്ങളാണ് ഉള്ളത്. അപ്പൊ അതിൽ ഒരെണ്ണം വലിയ ടൈഫൂണാണ്, ഡോൾഫിൻ എന്ന് പറയുന്ന ടൈഫൂൺ. 3 ചെറിയ പ്രദേശങ്ങളാണ്. അതിപ്പോ ടൈഫൂണായി ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. വലുതൊരെണ്ണം കൂടി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഈ 5 പ്രദേശങ്ങളുടെ ഇഫക്റ്റ് കേരളത്തിനെ ബാധിക്കുന്നുണ്ട്. കാരണം കാറ്റിന്റെ ഗതി വർദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സായാഹ്നങ്ങളിലാണ് കാറ്റിന്റെ തീവ്രത കൂടുന്നത്. അതനുസരിച്ചിട്ടാണ് നമുക്ക് മലമ്പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം 9-ാം തീയതിയൊക്കെ ആകുമ്പോൾ നമ്മുടെ തീരദേശ മേഖലകളിൽ, കൊല്ലം വരെയുള്ള തീരദേശം, എറണാകുളം മുതൽ കൊല്ലം വരെയാണ് അത് വ്യാപിക്കാൻ പോകുന്നത്. ആലപ്പുഴ, കോട്ടയത്തിന്റെ ഭാഗങ്ങളിലും തീവ്രമായ മഴ ലഭിക്കും. അപ്പൊ ആ സമയത്ത് പിന്നീട് കുറച്ചു നേരമാണ് ഈ മലമ്പ്രദേശങ്ങളിലും മഴ ലഭിക്കുക. പക്ഷെ ഈ അക്യൂമുലേറ്റഡ് റെയിൻഫോള് കൂടുന്നുണ്ട്. അതാണ് പ്രശ്നം. ഈ മലയിടിച്ചിലിനും ഉരുൾപൊട്ടലിനും കാരണമാകുന്നത് തുടർച്ചയായ കുറെ ദിവസങ്ങളിൽ മഴ ലഭിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. പിന്നീട് നമ്മളൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്, ഇടുക്കി, കോട്ടയം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ ലോക്കലായിട്ട് ചിലയിടങ്ങളിൽ വളരെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതാണ് ഈ പ്രശ്നത്തിന് കാരണമായിട്ട് വരുന്നത്. ഒരു നിശ്ചിത ഇടത്ത്, ഇപ്പോ ചെറുതോണി അല്ലെങ്കിൽ സീതത്തോട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ചില നിശ്ചിത ഇടങ്ങളിൽ വളരെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. നമുക്ക് എല്ലായിടത്തും ഈ റെയിൻ ഗേജും മറ്റ് കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് നമ്മുടെ നിരീക്ഷണങ്ങൾ അപര്യാപ്തമാണ്. വയനാടിന്റെ മലമ്പ്രദേശങ്ങളിലും മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്. നാളെ കഴിഞ്ഞാൽ അത് തെക്കൻ കേരളത്തിലേക്ക് പ്രത്യേകിച്ച് തീരദേശത്ത് കേന്ദ്രീകരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ കടൽ വളരെ പ്രക്ഷുബ്ധമാണ്. അപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ 9-ാം തീയതി വരെ നമുക്ക് ആശ്വസിക്കാൻ വകയില്ല. തുടർച്ചയായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കും. പിന്നെ അത് മാത്രമല്ല, കേരളം എമ്പാടും മഴയാണ്. 7-ഉം 8-ഉം 9-ഉം കേരളം എമ്പാടും മഴയായിരിക്കും. ഇടവിട്ട് മഴകളായിരിക്കും നാളെയും മറ്റന്നാളെയും ഉണ്ടാകാൻ പോകുന്നത്. പിന്നീട് നമുക്കൊരു ചെറിയ ഗ്യാപ്പുണ്ട്, 2-3 ദിവസത്തെ ഗ്യാപ്പുണ്ട്. ചെറിയ മഴകൾ മാത്രമേ ഉള്ളൂ. പിന്നീട് ഒരു 15 കഴിഞ്ഞിട്ട് 16 മുതൽ അല്പം കൂടി വർദ്ധിക്കും. അതായത് ഈ 6, 7, 8 തീയതികളിൽ പെയ്ത മഴയല്ല, പക്ഷെ എന്നാലും മഴ ലഭിക്കും. പിന്നീട് ഈ പസഫിക് ടൈഫൂണിന്റെ തീവ്രത കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ കാര്യങ്ങൾ മാറി മറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും ചിലപ്പോൾ ഈ രീതിയിലുള്ള ശക്തമായ മഴ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം 3 ഒരെണ്ണം ഡിസിപ്പേറ്റ് ചെയ്ത് ഫിലിപ്പൈൻസിന്റെ ഭാഗത്ത് പോയി, പക്ഷേ വിയറ്റ്നാമിന്റെ ഭാഗത്ത് പോയി. പക്ഷേ
വേറെ 2 കൂടി പ്രോബബിലിറ്റി പറയുന്നുണ്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ അത് കുറച്ചുകൂടി പടിഞ്ഞാറ് ഭാഗത്ത്, പസഫിക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. അങ്ങനെയെങ്കിൽ അതിന്റെയും ഇഫക്റ്റ് നമുക്ക് ഡോൾഫിന്റെ ഇഫക്റ്റ് പോലെ അതിന്റെയും ഇഫക്റ്റ് നമുക്ക് ലഭിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ അതിപ്പോ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഇഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, അതിന്റെ എത്രത്തോളം തീവ്രത പ്രാപിക്കുന്നു എന്നുള്ളത്. പടിഞ്ഞാറൻ പസഫിക്കിലെ അവസ്ഥകളും ഇവിടുത്തെ അവസ്ഥകളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ മലഞ്ചെരിവുകളിൽ ഇപ്പോഴത്തെ അലർട്ടുകളുടെ അപര്യാപ്തതയെ കുറിച്ച് പറയാനുണ്ട്. കാരണം ഇപ്പോ തീരദേശത്ത് ഇപ്പോൾ റെഡ് അലേർട്ട്, ഒരു ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇടുക്കിയിൽ ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ അത് റെഡ് അലേർട്ടിന് സമാനമാണ്. കാരണം ഇമ്പാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റൻസിറ്റി സ്കെയിലാണ് നമുക്ക് വേണ്ടത്. എത്രത്തോളം ഇമ്പാക്ട് ഒരു റെഡ് അലേർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എത്രത്തോളം ഇമ്പാക്ട് ഇടുക്കിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ പത്തനംതിട്ട, വയനാട് ഉണ്ടാവും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കൊരു അലർട്ട് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഒരു കേരള റെയിൻഫോൾ ഇന്റൻസിറ്റി ഇമ്പാക്ട് സ്കെയിൽ എന്ന് പറഞ്ഞൊരു പ്രപ്പോസൽ ഞാൻ യെസ്. കേരള ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം. വളരെ പ്രയാസപ്പെട്ട് രൂപീകരിച്ചാണ്, അത് ചീഫ് മിനിസ്റ്റർ നൽകിയിട്ടുണ്ട്. യെസ്. ഈ വളരെയധികം ഈ- നന്ദി ശ്രീ ഓക്കെ. രാജഗോപാൽ കാമത്ത് ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. 9-ാം തീയതി വരെ മഴ ഇങ്ങനെ ഇടവിട്ട് വളരെ ശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ജാഗ്രത ആരും കൈവിടരുത്. അതുതന്നെയാണ് അദ്ദേഹവും ശാസ്ത്ര നിരീക്ഷകൻ പങ്കുവച്ച വിവരം.